എവിടെ നോക്കിക്കഴിഞ്ഞാലും മരണങ്ങളും അതുപോലെ തന്നെ ജീവനൊടുക്കലും കുടുംബ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. 2 ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. എൻ്റെ ജിസ്മോളെ നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഞാനൊക്കെ പിന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ്റെ ഭാര്യയും മക്കളുമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവന് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഇത് ചെയ്തു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് എന്തെങ്കിലും വേറെ മാനസിക പ്രശ്നമുണ്ടായിരിക്കാം. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയുണ്ട്, അതായത് അവരൊരു അഡ്വക്കേറ്റാണ്, അതുമാത്രവുമല്ല മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇപ്പോഴും ചിത്രങ്ങളെല്ലാം മാറാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്തിൽ അനുഭവിച്ച പീഡനങ്ങൾ, അതായത് അവരുടെ ആ ഒരു പിന്നെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ കെട്ടിയ അന്നു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നടന്നിരിക്കുന്നത് മുഴുവൻ പീഡനങ്ങളാണ്. ഇതിന് ഏറ്റവും വലിയ കാരണക്കാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അമ്മായി അമ്മയാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നശൂലം പിടിച്ച ഈ പിന്നെ നാത്തൂനാണ്. ഈ അമ്മായി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ്. മറ്റുള്ളവർക്ക് നല്ല മാർഗങ്ങളും നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഈ അമ്മായി അമ്മ സ്വന്തം വീട്ടിലെ മരുമകളെ ഇങ്ങനെ ചവിട്ടി അരക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ പണ്ട് മുതലേ കാണുന്ന ഒരു കാര്യമുണ്ട്, മരുമകൻ മകളെയും കൊണ്ട് സിനിമക്ക് പോയി കഴിഞ്ഞാൽ അവൻ നല്ലവൻ, അതുപോലെ തന്നെ മരുമകളെയും കൊണ്ട് മകൻ സിനിമക്ക് പോയി കഴിഞ്ഞാൽ അവൻ പെൺകോന്തൻ. ഈ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടില്ല. അതായത് ഈ ടീച്ചറെ പോലെയുള്ള ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന നികൃഷ്ട ജീവി, അതായത് ഈ ജിസ്മോള് എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ അമ്മായി അമ്മ, ഈ നികൃഷ്ട ജീവിയെ, ഈ പ്രമാണി കുടുംബത്തിൻ്റെ ഈ നാറി തള്ളയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കണം. അതാണ് വേണ്ടത്. ഇതാണ് ഈ നാറി തള്ള. ഈ തള്ള കാരണമാണ് അവിടെ 3 ജീവൻ പോയത്. എന്നിട്ട് ഈ തള്ളയെ പിടിച്ചു കൊണ്ടുപോയിട്ട് തുറുങ്കിലിടണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ഷൈനി എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ ജീവൻ ഒടുക്കിയിട്ട് അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് വന്നിട്ട് ഇപ്പം നാട്ടിലോട്ട് ഇങ്ങനെ തേരാപ്പാരാ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ജിസ്മോളുടെ ഭർത്താവിനെയും ചിലപ്പോഴും എന്തെങ്കിലും ഒരു കേസിൽ പെടുത്തിയിട്ട് കുറച്ച് ദിവസം ജയിലിലുണ്ടാകും. അത് കഴിഞ്ഞാൽ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി ബലസി നടക്കുകയും ചെയ്യും. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രമാണിമാരാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുടുംബമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, അതിനൊന്നും ഒരു പഞ്ഞവുമില്ല. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഈ പ്രമാണി കുടുംബമോ വീടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പണമോ ഒരു മാങ്ങാത്തൊലിയും നോക്കരുത്. ഒരു മനുഷ്യനായിട്ടുള്ളവനെ മാത്രമേ കല്യാണം കഴിക്കാവൂ. അതുപോലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ആട്ടും തുപ്പും ഏറ്റിട്ട് ഒരു സ്ഥലത്തെ പട്ടിയെ പോലെ കിടക്കുന്നതിൽ നല്ലതില്ലേ നാട്ടിലിറങ്ങിയിട്ട് തെണ്ടി ജീവിക്കാടുന്നു. അതായത് എവിടെയും പോയിട്ട് പിച്ചപാത്രം എടുത്തിട്ട് തെണ്ടി കഴിഞ്ഞാൽ ഒരു 200-300 ഉറുപ്പ്യക്ക് യാതൊരു പഞ്ഞവുമില്ല. അങ്ങനെ തെണ്ടി ജീവിക്കുന്നതിൽ കുറച്ചും കൂടി അന്തസ്സുണ്ട്. അല്ലാതെ ഇവൻ്റെയൊക്കെ ആട്ടും തുപ്പും, ഇവൻ്റെ അമ്മയുടെ ആട്ടും തുപ്പും, ഇവൻ്റെ സഹോദരിയുടെ ആട്ടും തുപ്പും മറ്റേതൊക്കെ കേട്ട് ജീവിക്കുന്നതിൽ നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾ മരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കരുത്. അതും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ അമ്മച്ചി എടുത്തിട്ട് ഞങ്ങളെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പം അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇറങ്ങി വരണം അന്തസ്സായിട്ട്. ഒറ്റയ്ക്ക് ജീവിക്കാം. അതിനെന്താ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്? ഇവനെ പോലെ ചാട്ടുളി ഭർത്താവ് ഇല്ലതിൽ നല്ലതല്ലേ? ഇവനെ പോലെയുള്ള ആംബിയർ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും അമ്മയുടെ മടിയിൽ തന്നെ കിടക്കുന്ന ഇവൻ്റെയൊക്കെ കൂടെ എന്തിനാണ് ജീവിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ടീച്ചറാന്ന് പോലും, ഏത് കോത്തായത്തിലെ ടീച്ചറാണോ ഇവര്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോഴും? ഈ സ്ത്രീ, ഈ നശൂലം പിടിച്ച ഈ നാറി തള്ള, അതായത് ഇവൻ്റെ അമ്മ, അതുപോലെ തന്നെ സഹോദരി കെട്ടും കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഈ പിന്നെ പ്രസവം കഴിഞ്ഞാലും ഇവിടെ തന്നെ നിൽക്കും, ഈ വീട്ടിൽ തന്നെ. എന്തിനാന്നല്ലേ? അതായത് പിന്നെ ആങ്ങളേൻ്റെ ഭാര്യനെ ഇങ്ങനെ നല്ലോണം ദ്രോഹിച്ചുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ പെരട്ട തള്ളിയും ഈ സഹോദരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണാക്കൻ ഭർത്താവുമാണ് ഈ മരണത്തിന് കാരണം തന്നെ. അപ്പോൾ ഇവറ്റകളെ 3 പേരെയും ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാവേണ്ടത്. ഇവൻ്റെ ആ കള്ളക്കരച്ചലും ഇവൻ്റെ ഈ തൊങ്ങൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച ഇവൻ ഭയങ്കര സ്നേഹമുള്ളവനാണ്, അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ കൊണ്ട് ചിത്രങ്ങൾ മുഴുവൻ മാറിയിരിക്കുകയാണ്. അതായത് പല സത്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മരണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സത്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും മിണ്ടൂല. എല്ലാവരുടെ മുന്നിലും ഭയങ്കരമായിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര അഭിനയമായിരിക്കും. ഓരോ കുടുംബത്തിലും ഇന്ന് അഭിനയം മാത്രമാണ് നടക്കുന്നത്, അല്ലാതെ ഒരു സ്നേഹവും ഇല്ല, ഒരു മാങ്ങാത്തൊലിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ?
ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 20 പേർക്കുണ്ടാവും മര്യാദക്കുള്ള സമാധാനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മായിയമ്മയും അതുപോലെ മരുമക്കളും മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്നേഹമൊക്കെ കഴിഞ്ഞു. ഇനിയത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പെരട്ടകൾ ഉണ്ടെങ്കിൽ ഒന്നിക്ക് അവരെ ചവിട്ടി ഒഴിവാക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം വേറെ ഏതെങ്കിലും ഒരു വീടെടുത്ത് പോവുക. സ്വന്തം ജീവൻ തന്നെയാണ് വലുത്, അല്ലാതെ അമ്മായിയമ്മയും അമ്മായി അപ്പനും ആ ഒരു സ്നേഹവും സെന്റിമെന്റും ഇതൊന്നുമല്ല. സ്വന്തം ജീവൻ തന്നെ. അവിടെ അവർ മര്യാദയ്ക്ക് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ പിന്നെ എന്താ പറയുക, ഇവർ ഇത്രയും ഇത് തരുന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിൽ പോടാ പുല്ലേ, സ്വത്ത് തരുന്നില്ലേ, പോടാ പുല്ലേ, നിന്റെ സ്വത്ത് ആർക്ക് വേണം? അതായത് ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വേണ്ടത് സ്വത്താണല്ലോ. ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് പകുതി മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ ആട്ടും തുപ്പുമായിട്ട് ജീവിക്കുന്നത്. അതായത് ഭർത്താവിനോട് പറയും നിങ്ങളുടെ അമ്മ ശരിയല്ല, എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴേക്ക് ഉയ്യൻ്റെ മോളെ നീ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്, പിന്നെ തള്ള ഒരു സ്വത്ത് പോലും തരത്തില്ല, ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും. ഇല്ലെങ്കിൽ മറ്റവളില്ലേ, സഹോദരിയാന്നൊന്നും നോക്കണ്ട, അവള് വന്നിട്ട് ഇവിടെ പെറ്റ് കിടക്കുന്നത് എന്തിനാന്നറിയാ, എന്തെങ്കിലും നല്ല സ്വത്ത് എഴുതി പണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റവള് വന്ന് കിടക്കുന്നേണ്ട, അവളും എഴുതി പണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കോന്തന്മാരായ ഭർത്താക്കന്മാര് വർഷങ്ങളോളം ഈ തള്ള ചാകത്തുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇങ്ങനെയുള്ള അപരാധി മോള് ചാകത്തുമില്ല. അതാണ് ടീച്ചറാന്ന്, അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ പറയുക ക്യാൻസറാന്ന് വരെ പറയുന്നുണ്ട്. എന്നിട്ടും ഈ സ്ത്രീയെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിനെ പടച്ചാമ്പുരാൻ ഇങ്ങനെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാൻസറായ ടീച്ചർ പെരട്ട് തള്ള, അത് ക്യാൻസറായിട്ട് കിടന്നേരം വരെ നോക്കിയത് ഈ സ്ത്രീയാണ്. എന്നിട്ടും യാതൊരു സ്നേഹവും ഇല്ലാതെ ഇപ്പൊ മാറിയപ്പോഴേ വീണ്ടും തുടങ്ങി എന്നുള്ളതാണ്. അതായത് തല ചുമരിന് പിടിച്ച് ഇടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഈ പിന്നെ എന്താ പറയുക ഈ സ്ത്രീയുടെ തന്ത വിളിച്ചപ്പോൾ അതായത് തലക്ക് എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ ആദ്യം വീണത് എന്ന് പറഞ്ഞു. പിന്നെയാണ് പറയുന്നത് ഈ സഹോദരിയും അതുപോലെ ക്യാൻസറായിട്ട് ചാകാൻ കിടക്കുന്ന ഈ പെരട്ട തള്ളയുണ്ടല്ലോ, ഈ തള്ളയും കൂടിയിട്ട് ടീച്ചറെ തള്ളയും കൂടിയിട്ട് ഈ തല ചുമരിന് പിടിച്ച് പിന്നെ ഇടിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരുടെയൊക്കെ ലൈഫിൽ സന്തോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അയൽവാസികളൊക്കെ പറയുന്നില്ലേ, അയ്യോ ആ കൊച്ച് എന്ത് പാവമാണെന്നറിയോ, അവൾക്ക് എന്ത് സന്തോഷമാണ് ഈ വീട്ടിലെന്നറിയോ. ഒരു മണ്ണാൻ കട്ടിയില്ല. കാരണം ആ ചുമരിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ പുറത്തുള്ള ഒരാൾ പോലും അറിയുന്നില്ല. അവരാണെങ്കിൽ ഒരാളോട് പറയാനും നിന്നില്ല. അതുകൊണ്ട് എന്താണ് ആ കുടുംബങ്ങൾക്ക് ഇപ്പം നല്ല പേര്. ഏതായാലും ഇന്നലെ പല ആൾക്കാരും അതുപോലെ തന്നെ ഇവരെ ബന്ധുക്കളും ഒക്കെ രംഗത്ത് വന്നിട്ട് ഇപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ വീട്ടിൽ നടന്നിരിക്കുന്ന ഒരു പ്രമാണി കുടുംബത്തിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പള്ളി കമ്മിറ്റിയൊക്കെ എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ജീവനും അതുപോലെ ആ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ ഇതൊക്കെ ഇടപെടാനല്ലേ ഒരു ഇടവകയും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഈ ഇടവകക്കൊന്നും ഇത് ചെയ്യാൻ കഴിയാത്തത്? പണം തന്നെ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രമാണി കുടുംബങ്ങളെ വെറുപ്പിച്ചിട്ട് ഈ സ്ത്രീയോട് കൂടെ പിന്നെ സ്ത്രീയുടെ ഭാഗത്തുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഇനി നാളെ പള്ളി കമ്മിറ്റിക്ക് ഒന്നും തന്നില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിലുണ്ട്. പള്ളി കമ്മിറ്റിക്ക് മാത്രമല്ല അമ്പല കമ്മിറ്റിക്കും ആ ഭയമുണ്ട്. അമ്പല കമ്മിറ്റിക്ക് മാത്രമല്ല നമ്മളെ മുസ്ലിം പള്ളിക്കും ആ ഭയമുണ്ട്. അതുകൊണ്ടല്ലേ സ്ത്രീകളുടെ പ്രശ്നത്തിലൊന്നും ഇവർ കൂടുതലായിട്ട് ഇടപെടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ അവരെ ഭാഗത്ത് കൂടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് ചിക്കിളി കിട്ടത്തില്ല, ചിക്കിളി. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പെരട്ട തള്ളമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. കാരണം സ്വന്തം ജീവൻ തന്നെയാണ്. നാളെ നിങ്ങളും നല്ലൊരു നിലയിലെത്തും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് തരണം. അതുപോലെ തന്നെ ഒരു കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. പിന്നെന്ന് പറഞ്ഞ് ഇത് ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാലാൾ അറിയട്ടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന്. നന്ദി, നമസ്കാരം.